ഹായ്, കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ആക്കണമെങ്കിൽ അറിയാം. സോറി, മറ്റേ വീഡിയോക്ക് സ്ട്രൈക്ക് കിട്ടിയപ്പം പിന്നെ ഇടങ്ങാറാക്കണമല്ലോ വെച്ചാൽ നിർത്തിപ്പോയതാണ്. പിന്നെ എനിക്ക് മടി പിടിച്ചു. പിന്നെ നിങ്ങൾ വൂ കണ്ടോ? വൂ സെറ്റ് ട്രാവാണ്, കണ്ടു നോക്കണം. എനിക്കറിയണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇടുന്നുണ്ട് പാർട്ടായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. ഞാൻ കുറേ ഡ്രാമാസ് എക്സ്പ്ലെയിൻ ചെയ്തോർന്ന് കണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ഇതിനെ കൊണ്ട് കഴിയാറില്ല അത്രയും പ്രോപ്പറായിട്ട് അത്ര നല്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് നല്ല രസത്തിൽ ചെയ്യാൻ കഴിയുന്നു. പക്ഷേ ശ്രമിക്കാം. പിന്നെ നോട്ട് കണ്ടു. അപ്പോൾ നോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നോട്ട് ചെയ്യാമെന്ന്. എനിക്ക് ഒമേഗ ആൽഫ അങ്ങനെ വലിയ കൃത്യമായിട്ട് അങ്ങനെ വലിയ ബോധമില്ലേനും അറിയില്ലേനും. അപ്പോൾ ഞാൻ ഈ ഡ്രാമ കണ്ടപ്പോൾ ഞാൻ ഓക്കെ നിങ്ങൾക്കും പറഞ്ഞുതരാം. എനിക്കറിയില്ല അങ്ങനെ വ്യക്തമായിട്ട് കിട്ടുമെന്ന്. പക്ഷേ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചെക്കന്മാരെ ഇൻ്റർവ്യൂ കാണിക്കുന്നത്. ഒരുത്തൻ ഭയങ്കര ലുക്കായിട്ട് ഹാൻസം എക്സിക്യൂട്ടീവ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് റമ്മോ ലുക്കിൽ മുട്ടിക്കച്ചിങ്ങനെ ഇങ്ങനെ വരുമ്പോണ്ടാവും അവിടെ നിന്ന് രക്ഷിക്കൂ ഞെട്ടിച്ച് പോകുന്ന മായി ഇങ്ങനെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുന്നത് കേൾക്കാം. അപ്പോൾ ഒരാൾക്ക് പണ്ടിട്ട് ഓയിന്ന് പറഞ്ഞു. പിന്നെ കാണിക്കുക നമ്മളെ ചെന്നൈക്കന്നെ പോകണം. ഹേനോട് പറയും സൂപ്രണ്ടിനുള്ള ഗിഫ്റ്റ് റെഡി ആയിക്കണേ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോണിൽ ബ്രദർ പറയും ഏടാ വരാൻ നോക്കൂ, എനിക്ക് ബോറടിക്കേണ്ടി വിടാറ്. അപ്പോൾ ചോദിക്കും എന്നോടാരും നേരത്തെ പോകാൻ പറഞ്ഞു. പിന്നെ നമ്മളെ ഫാൻ എടുത്തേക്കാം. ഫസ്റ്റാന്നാണ് മറ്റേ മെയിലീഡിൻ്റെ പേര്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചില വേർഡ്സൊക്കെ പ്രൊണൗൺസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട, സോറി. എങ്ങനെയായാലും ഈ പേരുകളൊക്കെ ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത, ഇപ്പം പായ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ. അതായത് ഒരുമാതിരി, അതുകൊണ്ട് ഞാനിതിനെ ഫ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ ഫ നെയ്ക്കും കാണിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അവിടുത്തെ റൗഡീസ് ഇങ്ങനെ പറയും പൊയ്ക്കോ, ഞങ്ങൾക്കൊരു ബന്ധമില്ല പൊയ്ക്കോ പറയും. അപ്പം ഇവിടുന്ന് പെട്ടെങ്ങളാന്ന് പറയും. നല്ല സെറ്റും കുഴപ്പമില്ല, ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ചങ്ങായി രക്ഷിച്ച ആ ചങ്ങായി പറയും താങ്ക് യു, കിടന്ന് മെഴുക കേട്ടോ, താങ്ക് യു, ഇങ്ങനെ രക്ഷിച്ചില്ല ഞാൻ പെട്ടുപോയനെ. അപ്പോൾ ഫാ ചോദിക്കും എന്താ എന്നോട്ടുള്ള പ്രശ്നം എന്താ ചോദിക്കും. പറഞ്ഞു ഓരിന്നെ കടിക്കാൻ വന്നാൽ അറിയും, എനിക്ക് കടിക്കാൻ വന്നപ്പോൾ കടിക്കാൻ വന്നേക്കും ഓരെന്താ പട്ടി ചോദിക്കും. പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായില്ലേ ചോദിക്കും. എനിക്കില്ല അറിയും. പിന്നെ ഒന്നുമില്ല, വിട്ടാളെ കുറിച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്, ശരിക്കും ഹെൽപ്പ് ചെയ്തത് നന്നായി, എനിക്ക് ആവശ്യം തന്നെ എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ താങ്ക് യു കേട്ടോ പറയും. വിട്ട് കുഴപ്പമില്ല, സീനില്ല, ഹീറോയിസം കാണിക്കും. അപ്പോൾ എനിക്ക് ലൈൻ ഉണ്ടായിരിക്കും. ലൈന് പറഞ്ഞാൽ കുറേ ആൾക്കൊക്കെ അറിയാൻ മതിയാവും. ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പാണ്, ഈ തായ് അവിടെയൊക്കെ ഉള്ളൊരു യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ലൈൻ ഉണ്ടോ ചോദിക്കും, ഇൻസ്റ്റാഗ്രാം പോലത്തെ കേട്ടോ. അപ്പോൾ കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും, പിന്നെ നമുക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ മറ്റേ രക്ഷിച്ച ചങ്ങായി പറയും എൻ്റെ പേര് സങ്നു എന്നാണ്. സങ്നു എന്നൊക്കെ എനിക്ക് ഷോർട്ടാക്കി വിളിക്കാനാണ് ഇഷ്ടം. കുറച്ചുകൂടെ സ്നേഹം, നമ്മൾ കൂടുമ്പോൾ സ്നേഹമുള്ളവരൊക്കെ നമ്മൾ ന്യുവ എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ ന്യുവ എന്ന് പറയും, സങ്നുവ എന്ന് പറയും. അപ്പോൾ നമ്മൾ ന്യുവ എന്ന് പറയും. പിന്നെ ചെക്കൻ പറയും എൻ്റെ പേര് ഫസായാണ്, നമ്മൾ ഓക്കെ അങ്ങനെ ഓക്കെ എന്നാൽ അപ്പം ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഓക്കെ എന്നിട്ട് കിട്ടുന്ന മെഴുകുകയാണ്. അങ്ങനെ നോക്കി നിൽക്കും ഒരു പോയിണം. അതിന് ശേഷം നമ്മൾ ഒരു ഹാൻസം പോയി നമ്മളെ ഹിയൻ്റെ ബ്രദർ ചോദിക്കും. അവിടെ അങ്ങനെ ബാർട്ടൻഡിൽ ഞാൻ നിൽക്കുക. അപ്പോൾ ഹിയ വന്നിട്ട് ചോദിക്കും എവിടെ സൂപ്രണ്ട് ചോദിക്കുക. ഓൻ എൻ്റർടൈൻമെൻറ്റ് ഒന്നും ഇല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അപ്പോൾ ഓൻ സ്ട്രെസ് അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആക്കിയെന്ന് പറയും. എൻ്റർടൈൻമെൻറ്റ് എനിക്ക് ഏൾക്ക് പറഞ്ഞ് വെച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് ഓനെ കാണണോ, അല്ലെങ്കിൽ നമുക്ക് ന്യൂ പാർട്ണറെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിക്കാൻ പോകും. ഇയാൾക്ക് ഒത്തിരിയും ഉണ്ടാവും. ഒരു പുള്ളി ഡ്രസ്സ് ഇട്ട് ചങ്ങായി വന്നിട്ട് പറയും ഇതാ ഇന്ന ഡ്രിങ്ക്സ് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, സ്റ്റാഫ്സിനോട് ചോദിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പോകും. വേറെ ചങ്ങായി വന്നിട്ട് ഇങ്ങനെ അട്രാക്റ്റ് ആക്കാൻ വേണ്ടി വന്ന് കുത്തിരിക്കുമ്പോൾ ചങ്ങായിക്കാണ് അതൊക്കെ നമ്മൾ മണിച്ച് വിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇപ്പം ഒരുമാതിരി ഓവറായപ്പോൾ ഇങ്ങനെ നോക്കി പിടിപ്പിക്കും ഒറ്റ പോകനോ ആ ചങ്ങായി പോകും. അങ്ങനെ നമ്മളെ പിന്നെ കഫേയിലുള്ള എൻ്റെ ഫ്രണ്ടായ ഓങ്സനെ നീല കാണിക്കാം. നീല് സ്റ്റാഫ് വയ്ക്കും. നീല് പറയും ഓങ്സ എല്ലാ പണിയും കഴിഞ്ഞൊക്കെ എന്തോ കുടിക്കാൻ വേണം വയ്ക്കും. അപ്പോൾ എനിക്ക് കുടിക്കാനൊന്നും വേണ്ട, ഈ കഴിഞ്ഞെങ്കിൽ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വയ്ക്കും. ഓക്കെ, അപ്പം ഉണ്ടാവും ഫാ വരുന്നത്. ഫാനോട് പറയും എനിക്ക് എന്താ വേണ്ട, ചായ വേണം വയ്ക്കും. ഓക്കെ ചായ വേണം എന്ന് പറയും. എന്നിട്ട് ഓങ്സനെ കണ്ടിട്ട് ഓങ്സനെ അടുത്ത് പോയി എന്നിട്ട് ഇതെവിടെ ഉണ്ടാക്കണം, എനിക്കിതിവിടെ ചെയ്യുന്നതെന്ന് അവരുടെ ഇങ്ങനെ കൊന്നിരിക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ പോയി ഇങ്ങനെ അപ്പം എന്തോ പണി പറ്റിച്ച പോലെ തോന്നിയപ്പോൾ ചോദിച്ചു. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഒരാൾ ചെക്കനോ എല്ലാവരും കൂടെ ഇട്ടിട്ട് ഉപദ്രവിക്കാൻ പോകുന്നുണ്ട്, അപ്പം ഞാൻ ഹീറോ ആയിട്ട് രക്ഷിച്ച് പറയും. അപ്പോൾ ഫൈറ്റ് ഉണ്ടാക്കി പറയും ഇല്ലല്ല. പക്ഷെ ഒരു സ്ട്രേഞ്ച് ആയ കാര്യം എന്താ വെച്ചാൽ ഒരു പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ചങ്ങായിനെ ഇടങ്ങേറാക്കി ഓനെ കടിക്കാൻ വേണ്ടി കടിക്കാൻ വയ്ക്കും. എനിക്ക് ഷോക്കായില്ല, അതുപോലെ ഞാനും ഷോക്കായി കേട്ടപ്പോൾ പറയും. അപ്പോൾ ഈ ചിലപ്പോൾ ഒമേഗനൊക്കെ രക്ഷിച്ചോ. ഒമേഗ എന്താ വയ്ക്കും, അതൊരു സെക്കൻഡറി ആയിട്ടുള്ള ജെൻഡറാന്ന് പറയും. അൽഫ അതിനെ കുടിക്കാൻ വേണ്ടി നോക്കുമെന്ന് പറയും, രക്തം കുടിക്കാൻ വേണ്ടി നോക്കുക. അൽഫയോ അത് ഒമേഗ, അപ്പോൾ അൽഫ എന്താ പറയണ വയ്ക്കും, അതൊരു സെക്കൻഡറി ജെൻഡറാണ്. സെക്കൻഡറി ജെൻഡർ എന്താണെന്ന് വയ്ക്കും, നോർമൽ ഹ്യൂമൻസ് പ്രൈമറി ജെൻഡർ, മെയിൽ ഫീമെയിൽ അല്ലാത്തവരെ ജെൻഡേഴ്സ് ഉണ്ടാവും. ഒരു സെക്കൻഡറി എന്ന് പറയും, ഒരു വോൾഫ് ഗോഡിൻ്റെ തലമുറയിൽ വന്നവരെ പോലെ മനുഷ്യരാണ് അങ്ങനെയുള്ളതാണെന്ന് പറയും.
അപ്പോൾ സ്റ്റാഫ് വന്ന് ചോദിക്കും എനിക്ക് ഡോണറ്റ് വേണം ചോദിക്കും. എനിക്ക് ഡോണറ്റ് ഒന്നും വേണ്ട, ഞാൻ ഡയറ്റിലാന്ന് പറയും. അപ്പോൾ പോങ്സ പറയും ശരിക്കും ഒരു അൽഫാന്ന് പറയും. അതെങ്ങനെ ഈ സ്മാർട്ടാണ്, ക്യാപ്പബിളാന്നൊക്കെ പറയും. അപ്പോൾ ചങ്ങായി നീല് പറയും ശരിയാ, സ്മാർട്ടാണ്, ഫസ്റ്റ് ക്ലാസ്സാണ്, ഫാക്കൽറ്റി മൂടാണ്, അടിപൊളിയാണ്. അപ്പോൾ ചങ്ങായി പൊന്തി അപ്പോൾ പൊളിച്ചിട്ടെന്ന് പറയും. അപ്പോൾ എന്നെ കാണാൻ അൽഫനെ പോലെ ഉണ്ട് പറയും. അൽഫ എനിക്കങ്ങനെ തോന്നില്ല, എനിക്കറിയാം സെൻറ്റ് പോലും മണക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യരെ മണം മണക്കും അതുവരെ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒന്നാവാൻ സാധ്യതയില്ല. ഇത് പറയാം ഞാൻ മണത്തേക്ക് അവൻ്റെ മണം എന്ന് പറഞ്ഞിട്ട് വരെ കളിയാക്കും, നീലിനെ കളിയാക്കും. എന്നിട്ട് അപ്പോൾ എന്നോട് ചോദിക്കും എൻ്റെ കോഫി എടുക്കും. അപ്പം തരാനായിട്ട് പോകും. അങ്ങനെ ചങ്ങായി ആളെ ഒന്ന് കോഫി എടുക്കുമ്പോൾ പറയും അത് എൻ്റെ അല്ല, അത് ഓരതാണ്, വേറെ കോഫി മാറി എടുക്കും. അപ്പോൾ പറഞ്ഞാൽ ഇജ്ജെന്താ പറയണത്, അതിന് ടേസ്റ്റ് ഇല്ലെന്നുള്ളത്, ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുമോ ഫാൻ്റെ കോഫി. എന്നിട്ട് ഓൻ്റെ കൈമുള്ള കോഫി ആ ചങ്ങായിൻ്റെ അമ്മ കൊടുക്കുക. ആ കോഫി നമ്മുടെ ഹിയൻ്റെ അടുത്തേക്ക് വയ്ക്കും. അപ്പോൾ അത് മണത്തിട്ട് വേറൊരു സെൻറ്റ് മണത്തിട്ട് ഇവൻ്റെ സ്മെല്ല് അൽഫ്രണ്ട് കേട്ടോ മണക്കുമല്ലോ. അപ്പോൾ ഇതാരതാ അത് ഇടുന്ന അപ്പം സെയിം കടയിൽ നിന്നാണ് വാങ്ങണ, സെയിം ആളാണ് ഉണ്ടാക്കി, ഒരു മാറ്റമില്ല. അപ്പം എനിക്ക് എന്തോ മണക്കുണ്ട്, ഇത് ആരാ, ഇവിടെ എന്താ ഉണ്ടായെന്നൊന്നും എനിക്ക് ഫുട്ടേജ് വേണമെന്ന് പറയും. അപ്പോൾ ചെക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഓൻ പോയി നോക്കുമ്പോൾ ഓനെ ആ ഒരു മണം എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഓനാണ് അതാണ് ആഗോള പ്രശ്നം. എന്നിട്ട് ഓനെ ചോദിക്കുമ്പോൾ പറയാം ഫുട്ടേജ് നോക്കുമ്പോൾ ഫുട്ടേജിൽ മര്യാദ കാണിക്കുന്നുണ്ടാവില്ല, ക്യാഷ്വൽ സൈഡിൽ മാത്രമേ ക്യാമറ ഉള്ളൂ. അപ്പോൾ കൊടുത്തതൊന്നും കാണുന്നില്ല, ഫാൻ്റെ സെൻറ്റാണോ എന്ന് മണക്കണം. അപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഒരുമാതിരി ഇടങ്ങേറായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും. എന്നിട്ട് അസിസ്റ്റൻ്റ് ചോദിക്കും എന്തോ പ്രശ്നം, ഒന്നും മിണ്ടൊന്നുമില്ല കേട്ടോ. ഇമാതിരി ഞാൻ പറഞ്ഞു വെച്ചിട്ട് എന്തോ ഈ സെൻറ്റ് വലിയൊരു ആഗോള പ്രശ്നം പോലെ ആ കോഫി കപ്പ് സൂം ചെയ്ത് കാണിക്കും. പാർക്കിംഗ് സ്റ്റേഷനിൽ നിൽക്കുന്ന നമ്മളെ ഹേൻ്റെ ബ്രദറിനെ കാണിക്കുക. അപ്പോൾ ഹേൻ്റെ പുറത്തേക്ക് പോകാൻ ഞാൻ പിടിച്ചു കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഒരു സീനാക്കുന്ന ചങ്ങായി ഇങ്ങനെ ഇടങ്ങാറാക്കിയേക്കാം. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ എത്രാമത്തെ പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് തന്നെ കൊല്ലാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പട്ടി ഷോ ആണല്ലോ ഈ വെറ്റി വെക്കുന്ന 3 മിനിറ്റും കൂടുതൽ ഒരു കൊല, ഈ ആൾക്കാരെന്താ റോങ് ദിവസം മരിക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർത്തമാനം പറയിക്കും. ആൾക്കാർ ചൂസാക്കുന്ന കാര്യത്തിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരാളെ ചൂസാക്കാൻ പോകണമെന്ന് ചോദിക്കാം. അപ്പം തുടങ്ങിയിട്ടില്ല അറിയും. അമ്മ സീരിയസ് ആക്കേണ്ടത് ഇതുവരെ ഈ ഗേൾഫ്രണ്ട് ആക്കിയില്ലെങ്കിൽ അറേഞ്ച് ഡേറ്റ് സെറ്റാക്കും പറയും. അപ്പോൾ എനിക്ക് ആരോടും അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അറിയും. എന്തായാലും കെട്ടണ്ടേ, അങ്ങനെ എന്തായാലും ഒരു ദിവസം വരൂലേ ഇറങ്ങി കെട്ടണം തോന്നുമ്പോൾ അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ആ ചങ്ങായിമാരെല്ലാം ആ ചക്കനെ സൈഡാക്കിയതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറയുമോ, ബ്രദർ ചെന്നിട്ട് പറയുമോ അന്നാരം കൂടെ അയച്ചു വയ്ക്കും. അപ്പോൾ ചങ്ങായി മിണ്ടില്ല കേട്ടോ. അപ്പോൾ ഈ സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും സംസാരിക്കാൻ കഴിയാത്ത പോലെ ആക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് വരും. ഇത് പറയും ബ്രദർ പറയും ഇതേപോലെ കുറേ സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്നുണ്ട്, ഒന്നെങ്കിൽ അച്ഛനോട് പറയും ഈ കെയർഫുള്ളായി നിൽക്കുകയും ചെയ്യണം എന്ന് പറയും. അപ്പോൾ അച്ഛനോട് പറയേണ്ട, അച്ഛൻ വിചാരിക്കും ഞാൻ ഭയങ്കര വീക്കാണെന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നം നോക്കാൻ കഴിയാത്ത ഒരുത്തനാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുമ്പം വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയും. പിന്നെ വേറൊരു ബ്രദറും കൂടെ ഉണ്ട്. ബ്രദർ തീരെ ഈ 2 ബ്രദേഴ്സിനെ പോലെ അല്ല, വേറൊരു വിട്ട് നിൽക്കുന്ന പ്രകൃത. അങ്ങനെ അച്ഛൻ ഇങ്ങനെ വലിയ കമ്പനി ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നതാണ്. പിന്നെയും കോഫി ഷോപ്പാണെന്ന് കാണിക്കുക. അപ്പോൾ അവിടേക്ക് ചെന്ന് കയറി വരുമ്പോൾ നീലിനോട് പറയും ഓർഡർ കൊടുക്കാൻ പോകുമ്പോൾ നീല് പറയും ഞാൻ കുറച്ച് ബിസിയാണ്, ഓർഡർ എടുക്കുക. ബിസിനസ്സൊക്കെ സെറ്റായി പോകുന്നുണ്ട്, ഫ്യൂച്ചർ ബോസാണ് എൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടാവും നമ്മളെ ഞാൻ നോക്കി ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇജ്ജെന്താ ഇവിടെ എങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് വേണ്ടി സ്നാക്സ് കൊണ്ടുവന്നാണ് താങ്ക് യു പറയാനേ അറിയും. അതൊക്കെ ഒന്നും സീനില്ലേനിയോ. അപ്പോൾ ന്യൂവ പറയും എനിക്കൊന്നും സീൻ ഉണ്ടാവില്ല, എനിക്കത് വലിയ കാര്യമാണ്, എന്ന് രക്ഷിച്ചില്ല ഞാൻ കുടുങ്ങിപ്പോയനെ, അത്രക്കൊക്കെ സീനാണെന്ന് ചോദിക്കും. ആണ് അന്ന് എന്നെ കടിച്ചിനെ വലിയ പ്രശ്നമായേനെ, ഇജ്ജ് ഒമേഗാണോ ചോദിക്കും ന്യൂവ പറയും ഞാൻ ഒമേഗയാണ്. അൽഫ ഒരു ഒമേഗനെ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സീരിയസ് മാറ്റർ ആവുകയും ബോണ്ടിങ് ബൈറ്റ് ആണെങ്കിൽ വലിയ പ്രശ്നമാവുകയും ഒരു മാർക്ക് ചെയ്ത പറ്റും, ഇത് എൻ്റെതാണെന്നുള്ളൊരു വസ്തുവിനെ മാർക്ക് ചെയ്യുന്ന പോലെയാണെന്ന് പറയും. ചില പേഴ്സൺ സെപ്പറേറ്റ് ആവാൻ തന്നെ കഴിയൂല, ഇത്രയ്ക്ക് സീരിയസ് ആണിക്കും. എന്ന് വെച്ചാൽ ഒരൽഫ ഇപ്പോൾ ഒരു ഒമേഗനെ കടിക്കാൻ വിചാരിച്ചോ, അപ്പോൾ ഒരു ലൈഫ് ലോങ് മൊത്തം സഫറാവും. എന്ന് വെച്ചാൽ ഇത് എൻ്റേത് മാത്രമാണെന്നുള്ള രീതിയിൽ ആ ഒമേഗ മാറും. പിന്നെ ആളിൽ നിന്ന് ഇട്ടേച്ച് പോകാൻ കഴിയില്ല. ശരിക്കും ഒരു വഴിയില്ലല്ലോ, ഒരു വഴിയില്ല മരണത്തെ ഒഴിച്ചെന്ന് പറയും. അപ്പം ശരിക്കും കടിച്ചില്ലെങ്കിൽ അതുപോലെ സംഭവിക്കില്ല. ഞാൻ പറയും അന്ന് ഇന്നെ രക്ഷിച്ചില്ലെങ്കിൽ എന്തായാലും കടിച്ചാൽ, അപ്പം ഈ അൽഫാസിനെ കടിച്ചാൽ ഞാൻ അങ്ങനെ ആയി മാറിയിനി ഇവിടെ ഞാൻ എടുത്ത് തരണിട്ട് ടാങ്ക് എന്ന് പറഞ്ഞ് നോക്കും.
ഓങ്സ വന്നിട്ട് പറയും ഇതെങ്ങനെ നടന്നതെന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യർ മാത്രമാണ് ജീവിച്ചിരുന്നത്. ഈ ഷാഡോ ഒരു ഇതുണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. അതിൽ മൗണ്ടിൻ്റെ മേലെ ക്ലൗഡ്സിൻ്റെ ഒക്കെ മേലെയായിട്ട് കുറച്ച് ട്രൈബ്സ്, വോൾഫ് ഗോഡ്സിൻ്റെ ട്രൈബ് ജീവിച്ചിരുന്നു. ഇൻസിറ്റ്സും ഫ്ലോ ഓഫ് ലൈഫ് അതൊക്കെയാണ് ഇത്. അവരിങ്ങനെ ഒളിച്ച് ജീവിച്ചു, പക്ഷെ മറന്നു പോയിട്ടില്ല, ഒളിച്ച് ജീവിക്കായിരുന്നു. അപ്പോൾ റെഡ് മൂൺ രാത്രിയിൽ ഒരു വോൾഫ് വാരിയർ ട്രൈബിൽ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലായി. അങ്ങനെ മനുഷ്യരെ ഹാർട്ടും ഇൻസിറ്റും തമ്മിൽ ബോണ്ടായി ഒരു കുട്ടി ജനിച്ചു. അങ്ങനെ ആ കുട്ടിയിൽ ബ്ലഡിൻ്റെ മണം, ആ ഒരു മണം, ഹ്യൂമൻ ബോണ്ടിൽ മണം കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു സ്മെല്ല് മണക്കുന്ന ഒരു പുതിയൊരു ബെഡ് ലൈൻ ഉണ്ടായി വന്നത്. ഫസ്റ്റ് ജനറേഷൻ ഇതിൽ പുതിയതായിട്ട് വന്നെങ്കിലും പിന്നെ പുതിയതായിട്ട് കണ്ടു തുടങ്ങി. പിന്നെ ഇത് 3 ടൈപ്പ് ഉണ്ട്: ആൽഫ, ബീറ്റ ആൻഡ് ഒമേഗ. ആൽഫ പറഞ്ഞാൽ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാൾക്കാരാണ്, ഭയങ്കര സ്ട്രോങ് ആണ് ഓരോ ബോഡീസ്, പിന്നെ മിസ്റ്റീരിയസ് ആണ്. അങ്ങനെ വലിയ മനസ്സിലാക്കാമെങ്കിൽ ഭയങ്കര സ്വഭാവമൊക്കെ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. പിന്നെ ഒരാളെ ഒബേ ചെയ്യാൻ കഴിയും, ഇപ്പോൾ ഇത് ചെയ്യണം, ഒരാളെ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ആൾക്കാരാണ്. ബെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യരെ പോലെ തന്നെ, പക്ഷേ ഇൻസിറ്റ്സ് ഉണ്ടാവും. വോൾഫ് കോളുടെ ഇൻസിറ്റ്സ് ഉണ്ടാവും അവരുടെ ഉള്ളിൽ. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്നിട്ടുള്ള ഒരു ബെഡ് ലൈൻ, ഭയങ്കര നല്ല ശുദ്ധമായിട്ടുള്ള ഒരു ബ്ലഡേക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇവരെ ഭംഗി കാരണം ആൾക്കാർ പൊസസ് ആവും. സോറി, ഞാൻ ബീറ്റാണ്, ഇതുവരെ ഞാൻ ആരെയും മണത്തിട്ടില്ലാറ്. അപ്പോൾ പറയും എനിക്കെങ്ങനെ, ഞാൻ എന്താവും എനിക്കിച്ചല്ല, ഞാനെങ്ങനെ അൽഫ ആവാനാ, എനിക്ക് ഇതുവരെ മണം പോലും കിട്ടിയിട്ടില്ല. എൻ്റെ ചങ്ങായി പറയും, ന്യൂവ പറയും, ഐ തിങ്ക് ഈ മണം ഭയങ്കര മണത്ത് നോക്കിയിട്ട് പറയും ഈ ഒരു മണം ഭയങ്കര സ്ട്രേഞ്ചാണ്, നോർമൽ അൽഫാസിൻ്റെ പോലെയല്ല, എനിക്ക് ഉറപ്പില്ല, അൽഫ അല്ല, അങ്ങനെ പറയും. അപ്പോൾ ഇജ്ജെന്താ ഉദ്ദേശിച്ച് പറയും, ഈ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കുക പറയും ന്യൂവ. അപ്പോൾ പറയുന്നത് ശരിക്കും ആവശ്യമുണ്ടോ ഇതൊക്കെ ആയിരിക്കും. ചിലപ്പം ഈ ആരെങ്കിലും കടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒമേഗ ആണെങ്കിൽ പോലും ഓരോ ലൈഫ് അത് സഫർ ആവുകയല്ലേ ചെയ്യുക. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ കോഫി വാങ്ങാൻ വേണ്ടി ആയിട്ട് പോയി നോക്കുമ്പോൾ ഉണ്ടാവും ഒരുമാതിരി ഫീൽ ചെയ്യും, എന്തൊക്കെ അവൻ്റെ സെൻറ്റ് ഫീൽ ചെയ്തിട്ടോ, അവന് പറഞ്ഞല്ലോ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലാന്ന്, അങ്ങനെ അവന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണോ എന്തോ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കറക്കിറങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇറിറ്റേറ്റ് നീലെന്നിങ്ങനെ വിളിക്കുമ്പോൾ ഓൻ ചൂടാവും നീലിനോട്. പറഞ്ഞ സൂര്യൊക്കെ പറഞ്ഞ് ഓനവിടെ പോയി കുത്തിരിക്കും. അപ്പോഴാണ് നമ്മളെ ചെക്കൻ കയറി വരിക. ആ സ്മെല്ല് ആരെ തേനു എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നേക്കും. പക്ഷെ ചെക്കനൊന്നും കാണാൻ കഴിയില്ല, എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയാണ്ട് നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു പാർട്ട്ണറിനെ കാണാം, അവൻ്റെ ബിസിനസ് പാർട്ട്ണറായിരിക്കും. അപ്പോൾ ഓനോട് വർത്താനം പറഞ്ഞ് കുത്തിട്ട് പോകും. ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ പോയി ടെസ്റ്റ് ചെയ്യും. പേടിയുണ്ട് ചെക്കനെ, ശുചിയെങ്കിലും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ചേച്ചിനോട് ചോദിക്കും, ചേച്ചി എപ്പോഴാണ് റിസൾട്ട് വരും, അപ്പം കുറച്ച് ടൈം എടുക്കും, അവിടെ പോയി വരേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഓന് എന്തോ അടിപിടിയിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെച്ചാൽ ബ്രദറിനെ കാണിക്കുക, എൻ്റെ 3ാമത്തെ ബ്രദർ, അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത. അപ്പോൾ ഓനോട് പോലീസുകാരോട് പറഞ്ഞിട്ട് പൈസ എടുത്ത് സെറ്റിൽ ചെയ്തിട്ട് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ മിണ്ടാതെ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പറയുക, എനിക്ക് നല്ലോണം നടന്നൂടെ, എനിക്കിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാമിലീൻ്റെ പ്രശ്നം വരിക, കമ്പനിക്ക് സീനാവും എന്നൊക്കെ പറഞ്ഞ് ലെക്ചറെടുക്കുക. പറയും എനിക്ക് ലെക്ചറെടുക്കാൻ നിൽക്കണ്ട, എങ്ങനെയാണ് നോക്കേണ്ടി, നിങ്ങളെപ്പോലെയോ രണ്ടാളും അഭിനന്ദനത്തിന് വേണ്ടി കാത്തുനിന്ന് ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളെ പോലെയോ, നിങ്ങളിപ്പോൾ നടക്കുന്ന കണ്ടിട്ട് പട്ടീനെ പോലെ ഉണ്ട്, ഒരുമാതിരി നാറ്റിച്ചാളും. അപ്പോൾ ഇത് നിൻ്റെ സ്റ്റൈലല്ല എന്നൊക്കെ പറയും. അപ്പോൾ മറ്റേ ബ്രദർ വാ നമുക്ക് പോകാമെന്ന് പറയും. ഈയൊക്കെ തേച്ച് അങ്ങോട്ട് വരുമെങ്കിലും പോവാ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകും. പിന്നെ ഓഫീസിൽ വന്ന് നോക്കുമ്പോൾ ഓൻ ആ മണക്കന്നെയൊക്കെ ഓനെ കോഫി കപ്പും വെച്ചിട്ട് കുത്തിക്കുക, രണ്ടും കൽപ്പിച്ചു അവൻ്റെ കാറെടുത്തും കൂടെ ഇറങ്ങും. അപ്പോൾ നമ്മളെ ചങ്ങായി അങ്ങനെ ആദ്യത്തെ റിസൾട്ട് പോലെ വെച്ച് ഇപ്പോൾ കിട്ടിയിട്ടുമില്ല, റിസൾട്ട് പോകാൻ അറിയില്ല അങ്ങനെ വന്നത് എന്താ റിസൾട്ട് എന്നല്ലോ, അങ്ങനെ നടന്നു പോവായിരിക്കും. അപ്പോൾ കാണിക്കും റിസൾട്ട് വന്നത് പ്യുവർ ഒമേഗയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരൊക്കെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടപ്പോൾ പക്ഷേ അങ്ങനെ വലിയ മെയിനില്ല. ഓനോട് തന്നെ ചോദിക്കാം, അൽഫ അങ്ങനെയാണ് എങ്ങനെ ഉണ്ടാവുക, അവർക്ക് ഫംഗസ് ഗ്രോ ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് ആവുമെന്നറിയും. അപ്പോൾ ബാക്കോട്ടൊക്കെ ചെയ്തിട്ട് കുറേ ആൾക്കാർ ബാക്കിലുള്ള പോലെ തോന്നിയിട്ട് ഒറ്റയ്ക്കും, എന്നിട്ട് ഓനെ ബാഗൊക്കെ വലിച്ചെടുക്കും, ഒന്നെ പിടിച്ചെടുത്തോ എന്നുള്ള രീതി. അപ്പോൾ ചങ്ങായിമാർ ഓനെ പിടിച്ചിട്ട് തല്ലാൻ നിൽക്കും, ഓൻ കള്ളം കാട്ടുട്ടോ. അപ്പോൾ ഓനെ തല്ലാൻ നിൽക്കുമ്പോൾ അപ്പോൾ ഒരു ചങ്ങായി പറയും ഓനെ കാട്ടെടുത്ത് ഓൻ്റെ വാല്യൂ കുറയുമെന്ന് പറയും. അപ്പോഴാണ് നമ്മളെ ചെക്കൻ മാസമായിട്ട് മഞ്ഞളിച്ച ലംബോർഗിനിയിൽ ഇറങ്ങി വരാം. അപ്പം എന്നിട്ട് പറയും ഓടിപ്പോയിട്ട് അവരെ ബാക്കിൽ പോയി കുത്തിരിക്കും. എന്നിട്ട് പോലീസ് പറയും തൻ്റെ കാര്യമല്ല, ഈ വിട്ട് പോയിക്കോ പറയാം. അപ്പം നല്ലൊരു സെറ്റ് ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നിട്ട് നല്ല വലിയ കാര്യത്തിലായിട്ട് താങ്ക് യു നമുക്ക് സീനൊന്നുമില്ലല്ലോ വരവിളേക്കോ. ഓന് ചങ്ങായി വന്നിട്ട് മണത്തിട്ട് ലൈക്ക് ആ ഒരു സെൻറ്റിൻ്റെ മണമാണല്ലോ, അൽഫ മണക്കല്ലോ, ഒമേഗാണല്ലോ, പൂവർ ഒമേഗ പറയാല്ല, ചെക്കൻ ഒറ്റക്കടി. അയ്യോ, ഒരു കാര്യം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഓങ്സ പറയുന്നുണ്ട്, കുറേ കാലം മുമ്പ് ഈ ലോകത്ത് തീയുവിൻ്റെയും നീലിൻ്റെയും സഹായത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെന്നായ ദൈവങ്ങളെന്ന് വിശ്വസിച്ച കുറച്ച് ആൾക്കാർ ജീവിച്ചിരുന്നു മേഘത്തിൻ്റെ മുകളിൽ. അവരിൽ നിന്നുള്ള ഒരാളും പിന്നെ വാരിയിൽ നിന്നുള്ള ഒരാളും കൂടെ പ്രേമിച്ച് റെഡ് മൂൺ അന്ന് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി. ആ
കുട്ടിയാണ് ബെഡ് ലൈനിൽ ഇങ്ങനെ ബോണ്ട് ചെയ്ത് വരുന്നത്. ഓർക്കാണ് സെൻറ്റിൻ്റെ വാസന ഉണ്ട്. അങ്ങനെയാണ് ആൽഫ ബീറ്റ പിന്നെ ഒമേഗ എന്നുള്ളൊരു 3 കാറ്റഗറി ആയിട്ട് മാറുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടമായില്ലെങ്കിലോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, ഇമ്പ്രൂവ് ആയിക്കോളാം. താങ്ക് യു, ബൈ.